Hello dear students, welcome back to English Grammar and Usage. This is the content of your textbook, Module 1, Basic Grammatical Units, Module 2, The Sentence, Module 3, Sentence Transformation, Module 4, Grammatical Concepts. Okay, this is the last module, Module 5, Practical Exercises. Okay, now we have Module 1, Basic Grammatical Units. Okay, here we have form class and function class words. Every language has its own set of usage which constitute the grammar of that language. It is an orderly account of patterns of the language as used by the educated speakers of it. So, a systematic study of any language involves the study of the formal patterns and grammatical names of those patterns. Okay, words are classified generally into two different kinds of classes according to their use and the work they do in a sentence. നോക്കൂ, വേർഡ്സ് ആർ ക്ലാസിഫൈഡ് ജനറലി ഇൻറ്റു ടു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്ലാസ്സസ്. വേർഡ്സിനെ രണ്ട് ടൈപ്പായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഡിഫറെൻറ്റ് കൈൻഡ്സ്, ഡിഫറെൻറ്റ് തരമായിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്ലാസ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതടിസ്ഥാനത്തിലാണ്? അക്കോർഡിംഗ് ടു ദെയർ യൂസ് ആൻഡ് ദ വർക്ക് ദേ ഡു ഇൻ എ സെൻറ്റൻസ്. അതിൻ്റെ യൂസും അവ ചെയ്യുന്ന ഒരു സെൻറ്റൻസിൽ അവയുടെ വർക്കും എന്താണ് ആ സെൻറ്റൻസിൽ അതിൻ്റെ ധർമ്മം, അതനുസരിച്ച് വേർഡ്സിനെ തരംതിരിച്ചിരിക്കുന്നു. ആ രണ്ട് തരം ടൈപ്സാണ് എന്ത്? ദേ ആർ ഫോം ക്ലാസ് വേർഡ്സ് ആൻഡ് ഫങ്ഷൻ ക്ലാസ് വേർഡ്സ്. The form class words or the content class words. Form class wordsനെ നമുക്ക് വേറൊരു പേരാണെന്ത്? കണ്ടന്റ് ക്ലാസ് വേർഡ്സ് ആർ വേർഡ്സ് വിത്ത് ഗ്രേറ്റർ സെമാൻറ്റിക് കണ്ടന്റ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഫോം ക്ലാസ് വേർഡ്സിൻ്റെ വേറൊരു പേരാണ് കണ്ടന്റ് ക്ലാസ് വേർഡ്സ് അല്ലെങ്കിൽ ലെക്സിക്കൽ വേർഡ്സ്. ഡിക്ഷണറിയിൽ നോക്കിയാൽ മീനിങ് കിട്ടുന്നതാണ് എന്ത്? ഫോം ക്ലാസ് വേർഡ്സ്. ഫോം ക്ലാസ് വേർഡ്സ് ഓർ കണ്ടന്റ് ക്ലാസ് വേർഡ്സ് ആർ വേർഡ്സ് വിത്ത് ഗ്രേറ്റർ സെമാൻറ്റിക് കണ്ടന്റ്. They are also called open class words because more and more new words can be added to this category of words. ഇതിനെ ഓപ്പൺ ക്ലാസ് വേർഡ്സും എന്നും പറയാറുണ്ട്. കാരണം പുതിയ വേർഡ്സ് ഫോം ചെയ്യാൻ ഇതിലേക്ക് സഫിക്സോ പ്രിഫിക്സോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ വേർഡ്സ് ഫോം ചെയ്യാൻ സാധ്യമാണ്. ഓക്കെ, വേർഡ്സ് ആർ റെഗുലർലി ബീയിങ് ആഡഡ് ടു ദ ലിസ്റ്റ് ഓഫ് കണ്ടന്റ് വേർഡ്സ് ത്രൂ ദ പ്രോസസ് സച്ച് ആസ് കോമ്പൗണ്ടിങ്, ഡെറിവേഷൻ, കോയിനിങ് ആൻഡ് ബോറോയിങ്. ഈ ഇത് സെൻറ്റൻസ് ഫോർമേഷനിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. കോമ്പൗണ്ടിങ്ങിലൂടെ നമുക്ക് വേറൊരു വേർഡ് ഉണ്ടാക്കാൻ പറ്റും, ഡെറിവേഷനിലൂടെ വേറൊരു വേർഡ് ഉണ്ടാക്കാൻ പറ്റും, കോയിനിങ്ങിലൂടെ ഉണ്ടാക്കാൻ പറ്റും, ബോറോയിങ്ങിലൂടെ. ഇതെല്ലാം സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷനിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഈ എല്ലാ സംഭവങ്ങളിലൂടെയും നമുക്ക് പുതിയ വേർഡുകൾ ആഡ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഫോം ക്ലാസ് വേർഡ്സ്. അതുകൊണ്ട് അതിനെ നമ്മൾ ഓപ്പൺ ക്ലാസ് വേർഡ്സ് എന്ന് പറയും. ഓക്കെ, ഏതൊക്കെയാണ് ഈ കാറ്റഗറിയിൽ പെടുന്നതെന്ന് നമുക്ക് നോക്കാം. നൗൺസ്, വെർബ്സ്, adjectives, adverbs belongs to this category. ഫോം ക്ലാസ് കാറ്റഗറിയിൽ പെടുന്നത് നൗണ് പെടും, വേർബ്സ്, അഡ്ജക്റ്റീവ്സ് ആൻഡ് adverbs belongs to ഫോം ക്ലാസ് വേർഡ്സ് കാറ്റഗറി. ഓക്കെ, ബട്ട് ഫങ്ഷൻ വേർഡ്സ് ആർ ക്ലോസ്ഡ് വേർഡ്സ് ആസ് they exist to explain or create grammatical or structural relationship into which the content words may fit. നോക്കും, ഫങ്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് വേർഡ്സ് ആണ്. അതിലേക്ക് സഫിക്സോ പ്രിഫിക്സോ അല്ലെങ്കിൽ കോമ്പൗണ്ടിങ്ങോ ഡെറിവേഷനോ കോയിനിങ്ങോ ബോറോയിങ്ങോ ഒന്നും നടക്കില്ല. അതിൻ്റെ ഫോം ഒരിക്കലും നമുക്ക് മാറ്റാൻ സാധ്യമല്ല. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ഗ്രാമാറ്റിക്കൽ ഓർ ദ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് ഇൻ ടു വിച്ച് ദ കണ്ടൻറ്റ് വേർഡ്സ് മേ ഫിറ്റ്. കണ്ടൻറ്റ് വേർഡ്സ് പറയുന്ന സമയത്ത് അതിൻ്റെ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ഗ്രാമാറ്റിക്കൽ ഫങ്ഷൻ, അതിലെ ഗ്രാമാറ്റിക്കൽ ഫങ്ഷൻ നടത്തുന്ന വേർഡ്സാണ് ഫങ്ഷണൽ വേർഡ്സ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത എക്സാമ്പിളിലുണ്ടായിരുന്നു മദർ സെർവ്സ് മീ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ എ ടൈനി പ്ലേറ്റ്സ് അല്ലേ. അപ്പോൾ മദർ സെർവ്സ് ബ്രേക്ക്ഫാസ്റ്റ് ടൈനി പ്ലേറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുമോ? ഇല്ല. അതിലെന്തും കൂടി വേണം. മദർ ആർക്ക് സെർവ് ചെയ്തു, എന്തിൽ സെർവ് ചെയ്തു എന്നാണ്. അത് പറയണമെങ്കിൽ മീ എന്നും ഇൻ എന്നും രണ്ട് വേർഡും കൂടി അവിടെ ആവശ്യമാണ്. ആ വേർഡ്സിന്, അങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ഫങ്ഷൻ ക്ലാസ് വേർഡ്സ്. ഒരു സെൻറ്റൻസിലെ ഫങ്ഷണലായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രമാറ്റിക്കലായിട്ടുള്ള ധർമ്മം നിർവഹിക്കുന്ന പദങ്ങളെ ആണ് എന്ത് പറയുന്നത്? ഫങ്ഷൻ ക്ലാസ് വേർഡ്സ്. ദേ ആർ ലിമിറ്റഡ് ഓർ ഫ്യൂവർ ഇൻ നമ്പർ വെൻ കമ്പയർഡ് ഇൻ ടു ദ കണ്ടൻറ് വേർഡ്സ്. കണ്ടൻറ് വേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഫങ്ഷണൽ വേർഡ്സ് വളരെ എണ്ണത്തിൽ വളരെ കുറവാണ്. ദേ ആർ വേർഡ്സ് ദാറ്റ് സിഗ്നൽ ഹൗ കണ്ടൻറ് വേർഡ്സ് റിലേറ്റ് ടു ഈച്ച് അതർ ഇൻ എ സെൻറ്റൻസ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് തന്നെ എങ്ങനെയാണ് കണ്ടൻറ് വേർഡ്സിനെ കണക്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു കണക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫങ്ഷൻ ക്ലാസ് ഉപയോഗിക്കുന്നത്, ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് ഈ കാറ്റഗറിയിൽ പെടുന്നതെന്ന് നോക്കാം. Prepositions, pronouns, determiners, auxiliary verbs and conjunctions belong to this group of words. Traditional grammar classified these form class and function class words into parts of speech they include. Traditionally നമ്മൾ ഈ ഒരു ഫോം ക്ലാസ് വേർഡ്സിനെയും ഫങ്ഷൻ ക്ലാസ് വേർഡ്സിനെയും എന്താണ് പറയാറുള്ളത്? പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ് പറയാറുള്ളത്. നോക്കൂ, ഏതൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ച്? നൗൺസ്, പ്രോനൗൺസ്, അഡ്ജക്റ്റീവ്സ്, വേർബ്സ്, ആഡ്വേർബ്സ്, പ്രിപ്പോസിഷൻസ്, conjunctions, interjunctions, determiners or articles. Some traditional grammars treat articles as a distinct parts of speech. Modern grammars include articles in the category of determiners which identify or quantify a noun. നോക്കൂ, ഇവിടെ ഇതെല്ലാം പാർട്സ് ഓഫ് സ്പീച്ചിൽ പെടുന്നതാണ്. ഡിറ്റർമിനേഴ്സ്, ആർട്ടിക്കിൾസ് വേറൊരു പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ടായിരുന്നു ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. മോഡേൺ ട്രഡീഷണൽ ഗ്രമേറിയൻസ് അതിനങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ മോഡേൺ ഗ്രമേറിയൻസ് ആർട്ടിക്കിൾസിനെ ഡിറ്റർമിനേഴ്സിൻ്റെ കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടു വിച്ച് category a word belongs depends upon the function it performs in a sentence. The same word can perform the role of a noun in one sentence, verb in other sentence, adjective and adverb in other sentence, and so on. Examine the following sentence. നോക്കൂ, to which category a word belongs depend upon the function it performs in a sentence. The same word can perform the role of a noun in one sentence. ഒരേ വേർഡ് തന്നെ ഒരു സെൻറ്റൻസിൽ നൗണായിരിക്കും, എന്നാൽ മറ്റൊരു സെൻറ്റൻസിൽ ആ നൗണായ പദം വെർബായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ആ നൗണായ അല്ലെങ്കിൽ ആ വെർബായിട്ടുള്ള പദം വേറൊരു സെൻറ്റൻസിൽ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആഡ്വേർബ്സ് ആയിട്ട് ഉപയോഗിക്കാം വേറെ സെൻറ്റൻസിൽ, ആൻഡ് സോ ഓൺ. നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഗേവ് ഹിം എ പ്രസൻറ്റ്. നോക്കൂ, ഞാൻ അവനൊരു പ്രസൻറ്റ് കൊടുത്തു. ഇവിടെ പ്രസൻറ്റ് എന്നുള്ളതാണ് എന്ത്? നൗൺ അല്ലേ? അങ്ങനല്ല, പ്രസൻറ്റ് നമുക്ക് നൗണായിട്ടാണ് ഈ ഒരു സെൻറ്റൻസിൽ ഉപയോഗിച്ചത്. നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞു ഒരേ വേർഡ് തന്നെ പല സെൻറ്റൻസിലും പല ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന് എക്സാമ്പിളാണ് ഈ താഴെ പറയുന്നത്. ഓക്കെ, ഐ ഗേവ് ഹിം എ പ്രസൻറ്റ്. ഞാൻ അവനൊരു പ്രസൻറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് എന്താണ്? നോ ഡൗട്ട് നൗണാണ് അല്ലേ? യു ആർ അഡ്വൈസ്ഡ് നോട്ട് ടു ട്രാവൽ ഇൻ ദ പ്രസൻറ്റ് സർക്കംസ്റ്റൻസസ്. ഈ പ്രസൻറ്റ് സർക്കംസ്റ്റൻസിൽ, ഈ കൊറോണയ്ക്കുള്ള സർക്കംസ്റ്റൻസിൽ ട്രാവൽ ചെയ്യാന്നുള്ളത് എന്തല്ല, നല്ലതല്ല എന്ന് അഡ്വൈസ് ചെയ്തു അല്ലേ? പ്രസൻറ്റ് സർക്കംസ്റ്റൻസസ് അഡ്ജക്റ്റീവാണ് അല്ലേ? നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. ഷീ പ്രസൻറ്റഡ് ഹിം എ ലാപ്ടോപ്പ്. പ്രസൻറ്റഡ് എന്താണ്? വേർബാണ്, അതൊരു ക്രിയയാണ് അല്ലേ? അവൻക്കൊരു ലാപ്ടോപ്പ് കൊടുത്തു, വേർബാണ്. പ്രസൻറ്റ് എന്നുള്ളത് വേർബായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഷീ വിൽ ബി ഹിയർ പ്രസൻറ്റ്ലി, ആഡ്വേർബ്. ഷീ വിൽ ബി ഹിയർ പ്രസൻറ്റ്ലി വെർബിനെയാണ് ഏത് രീതിയിലാണ് അവൾ അവിടെ നിൽക്കുന്നത്? പ്രസൻറ്റ്ലി അല്ലേ? പ്രസൻറ്റ്ലി, അതുകൊണ്ട് ആഡ്വേർബാണ്, വേർബിനെ വിശേഷിപ്പിക്കുന്നതാണ്. പിന്നെ നെക്സ്റ്റ് നോക്കൂ, വേറൊരു എക്സാമ്പിളാണ്. ദിസ് ഈസ് എ ഫാസ്റ്റ് ട്രെയിൻ. ഇതൊരു വേഗത കൂടിയ ട്രെയിനാണ്, ഫാസ്റ്റ്. അപ്പോൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ട്രെയിനിനെ കുറിച്ചാണ് വിശേഷിപ്പിക്കുന്നത്. ട്രെയിന് നൗണാണ്, നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? അഡ്ജക്റ്റീവ്. ഹി വാക്സ് ഫാസ്റ്റ്, വാക്സ് ഫാസ്റ്റ്. ആ നടത്തത്തിനാണ് വേഗത ഉള്ളത്, അതുകൊണ്ട് എന്താണ്? എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? വേർബിനെയാണ് വിശേഷിക്കുന്നത്. മുസ്ലിംസ് ഫാസ്റ്റ് ഡ്യൂറിങ് റംസാൻ. മുസ്ലിംസ് ഫാസ്റ്റിംഗ് അല്ലേ? നോമ്പ് നോൽക്കുന്നു റംസാൻ മാസത്തിൽ. എന്തായിട്ടാണ് ഉപയോഗിച്ചത്? വേർബായിട്ടാണ് ഉപയോഗിച്ചത്. ഷീ വെൻറ്റ് ഓൺ എ
2-day fast last week. She went on a 2-day fast last week. നോക്ക്, ഷീ വെൻറ്റ്, ഇവിടെ വെർബ് കഴിഞ്ഞു. ഷീ അവൾ, നൗണ്, വെൻറ്റ് വേർബ്, ഓൺ എ 2-day ഫാസ്റ്റ് ലാസ്റ്റ് വീക്ക് എന്തായിട്ടാണ് ഉപയോഗിച്ചത്? നൗണായിട്ടാണ് ഉപയോഗിച്ചത്. ഇത്രയുമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, കാര്യമായിട്ട് വേർഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫോം ക്ലാസ് ആൻഡ് കണ്ടൻറ്റ് ക്ലാസ്, ഫോം ക്ലാസ് ആൻഡ് ഫങ്ഷൻ ക്ലാസ് വേർഡ്സ്. ഫോം ക്ലാസ്സിൻ്റെ മറ്റൊരു പേരാണ് ലെക്സിക്കൽ വേർഡ്സ് അല്ലെങ്കിൽ കണ്ടൻറ്റ് വേർഡ്സ് അല്ലെങ്കിൽ ഓപ്പൺ ക്ലാസ് വേർഡ്സ്. അതേസമയം ഫങ്ഷൻ ക്ലാസ് വേർഡ്സിൻ്റെ മറ്റൊരു പേരാണ് ക്ലോസ്ഡ് വേർഡ്സ്, സ്ട്രക്ചറൽ വേർഡ്സ്, ഗ്രമാറ്റിക്കൽ വേർഡ്സ്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.